എഡ്യൂഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഡിസംബറിൽ നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും ക്വസ്റ്റ്യൻസ് ആണ്. The following table shows the marks obtained by 6 students A to F in 6 different subjects S1 to S6 having 160, 160, 120, 120, 200 and 240 as maximum marks respectively. Based on the data in the table, answer the questions that follow. അതായത് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ABCDEF എന്നിങ്ങനെ 6 കുട്ടികൾക്ക് 6 സബ്ജക്റ്റ് S1, S2, S3, S4, S5, 6 എന്നിങ്ങനെയുള്ള 6 സബ്ജക്റ്റുകളുടെ മാർക്കാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. S1 160, S2 160, S3 120, S4 120, S5 200, S6 240 എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ ടേബിളിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്റ്റുഡൻറ്റ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ്. സ്റ്റുഡൻറ്റ് A S1 80, S2 84, S3 66, X4 56, X5 154, S6 150, B S1 120, S2 100, S3 84, S4 76, X5 136, A6 132, C S1 128, S2 72, S3 64, S4 70, S5 144, S6 160, D S1 84, S2 130, S3 96, X4 84, S5 104, S6 168, E S1 64, S2 128, S3 90, S4 92, S5 174, S6 70, F S1 70, S2 96, S3 60, S4 56, X5 164, S6 100. ഇതൊക്കെയാണ് നമുക്ക് ടേബിളിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓവറോൾ റെസ്പെക്റ്റീവ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് സ്കോർഡ് ബൈ സ്റ്റുഡൻറ്റ് എ ആൻഡ് സ്റ്റുഡൻറ്റ് ബി ഇൻ ഓൾ ദ സബ്ജക്റ്റ് ടുഗദർ? അതായത് എയുടെയും ബിയുടെയും എല്ലാ സബ്ജക്റ്റുകളും കൂടെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് മാർക്ക് എത്ര, അതായത് എല്ലാത്തിനെയും കൂടെ വെച്ച് നോക്കുമ്പോൾ ഉള്ള പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 55% and 62.8%, 56% and 63.8%, 57% and 61.8%, 59% and 64.8%. നമുക്കിവിടെ ആദ്യം നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ സ്കോറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 160 + 160 + 120 + 120 + 200 + 240 = 1000. അതായത് മാക്സിമം മാർക്ക്, അതായത് എല്ലാ സബ്ജക്റ്റും കൂടെ കൂടിയുള്ള മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 1000 ആണ്. ഇനി എക്ക് കിട്ടിയ ടോട്ടൽ സ്കോർ എത്രയാണെന്നാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. 80 + 84 + 66 + 56 + 154 + 150 = 590. ഇനി നമ്മൾ പെർസെൻറ്റേജ് കാണണം. അതായത് ടോട്ടലിൽ വെച്ച് നോക്കുമ്പോൾ, അതായത് ടോട്ടൽ മാർക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ പെർസെൻറ്റേജ് = 590 / 1000 × 100 = 59% എന്ന് കിട്ടി. ഇനി നമുക്ക് ബിക്ക് കിട്ടിയ ടോട്ടൽ സ്കോർ കണ്ടുപിടിക്കാം. 120 + 100 + 84 + 76 + 136 + 132 = 648, അതായത് 648 എന്ന് കിട്ടും. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് 648 / 1000 × 100 = 64.8% എന്ന് കിട്ടും. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. Next question, what is the average marks scored by all the students in the subject S5 and subject S6 respectively? അതായത് S5നും S6നും സബ്ജക്റ്റിൽ ടോട്ടൽ കിട്ടിയിരിക്കുന്ന മാർക്ക്, ആ സബ്ജക്റ്റിന് ടോട്ടൽ കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 140 and 130, 144 and 128, 146 and 130, 148 and 126 എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് S5ന് ഈ ABCDEF എന്ന് പറഞ്ഞ 6 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് നമുക്ക് നോക്കാം. 154 + 136 + 144 + 104 + 174 + 164 = 876. അതായത് S5 എന്നുള്ള സബ്ജക്റ്റിന് എല്ലാ കുട്ടികൾക്കും കൂടി കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 876 ആണ്. ഇനി ആവറേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. അപ്പോൾ 6 കുട്ടികളാണ് ഉള്ളത്. സോ 876 / 6 = 146 എന്ന് കിട്ടും. ഇനി S6ന് കിട്ടി, അതായത് S6 എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് 150 + 132 + 160 + 168 + 70 + 100 = 78.
780 എന്ന് കിട്ടും. അതിൻ്റെ ആവറേജ് 780 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 130 എന്ന് കിട്ടും. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. Next question, what is the ratio of the total marks scored by students B in all the subject to the total marks scored by students in all subject? അതായത് ബിയുടെ ടോട്ടൽ മാർക്ക് ഈസ് ടു ഇയുടെ ടോട്ടൽ മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 26:27, 108:103, 60:70, 46:47. സോ ഇവിടെ ബിക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് 120 + 100 + 84 + 76 + 136 + 132 = 648. ഇനി ഇക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് 64 + 128 + 90 + 92 + 174 + 70 = 618. ഇനി റേഷ്യോ 648:618. അതിനെ നമ്മൾ വെട്ടിക്കുറച്ച് വരുമ്പോൾ 108:103 എന്ന് നമുക്ക് കിട്ടും. അതായത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഫോർ ഗെറ്റിംഗ് ഫസ്റ്റ് ഡിവിഷൻ എ സ്റ്റുഡൻറ്റ് നീഡ്സ് ടു സ്കോർ മിനിമം 65% മാർക്ക് ഇൻ അഗ്രിഗേറ്റ്, ദെൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് ഗെറ്റിംഗ് ഫസ്റ്റ് ഡിവിഷൻ ഈസ്. അതായത് ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ 65% മാർക്കെങ്കിലും കിട്ടിയാലാണ് ഫസ്റ്റ് ഡിവിഷൻ കിട്ടിയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾക്കാണ് ഫസ്റ്റ് ഡിവിഷൻ കിട്ടിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5, 3, 2, 1. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ടോട്ടൽ മാർക്ക് 1000 ആണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്കും പെർസെൻറ്റേജും കാണാം. ഈസ് ഈക്വൽ ടു 80 + 84 + 64 + 56 + 54 + 150 = 590 ഡിവൈഡ് ബൈ 1000 × 100 = 59 എന്ന് കിട്ടും. അപ്പം എക്ക് കിട്ടിയിട്ടില്ല. ഇനി ബി 120 + 100 + 84 + 76 + 136 + 132 = 547 ഡിവൈഡ് ബൈ 1000 × 100 = 54.8 എന്ന് കിട്ടും. അതും പറ്റത്തില്ല. ഇനി സി 128 + 72 + 64 + 70 + 144 + 160 = 638 ഡിവൈഡ് ബൈ 1000 × 100 = 63.8 എന്ന് കിട്ടും. അപ്പോൾ സിക്കും പറ്റത്തില്ല. ഇനി ഡിയുടെ നോക്കാം. 84 + 130 + 96 + 84 + 104 + 168 = 666 ഡിവൈഡ് ബൈ 1000 × 100 = 66.6. അപ്പം ഡിക്ക് കിട്ടും, ഫസ്റ്റ് ഡിവിഷൻ കിട്ടും. നമുക്ക് ഈടെ നോക്കാം. 64 + 128 + 90 + 92 + 174 + 70 = 618 ഡിവൈഡ് ബൈ 1000 × 100 = 61.8. അതും താഴെയാണ്, കിട്ടത്തില്ല. ഇനി ലാസ്റ്റ് എഫിൻ്റെ നോക്കാം. 70 + 96 + 60 + 56 + 164 + 100 = 546 ഡിവൈഡ് ബൈ 1000 × 100 = 54.6. അപ്പോൾ അതും കിട്ടത്തില്ല. അപ്പം ഇവിടെ ഡിക്ക് മാത്രമാണ് ഫസ്റ്റ് ഡിവിഷൻ കിട്ടത്തുള്ളൂ. അതായത് ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാർക്ക് സ്കോർഡ് ബൈ സ്റ്റുഡൻറ്റ് ബി ആൻഡ് സ്റ്റുഡൻറ്റ് സി ടുഗദർ ഇൻ സബ്ജക്റ്റ് S1 ഈസ് അപ്രോക്സിമേറ്റ്ലി % മോർ ദാൻ ദ മാർക്ക് സ്കോർഡ് ബൈ സ്റ്റുഡൻറ്റ് എ, സ്റ്റുഡൻറ്റ് ഡി ആൻഡ് സ്റ്റുഡൻറ്റ് ഇ ടുഗദർ ഇൻ ദ സെയിം സബ്ജക്റ്റ്. അതായത് ബിയും സിയും കൂടെ കൂടിച്ചേർന്ന് ടുഗദറായിട്ടും S1 എന്ന് പറയുന്ന സബ്ജക്റ്റിന് നേടിയ മാർക്ക് എയും ഡിയും ഇയും S1 കിട്ടിയ, അതായത് ഇവരുടെ 3 പേരുടെയും കൂടെ ടുഗദർ എടുത്തിട്ട് S1 കിട്ടിയ മാർക്ക് എത്ര % കൂടുതലാണെന്നാണ്. അതായത് ബിയുടെയും സിയുടേതും എത്ര % കൂടുതലാണ് എയിനെയും ഡിയിനെയും ഇയിനെയും വെച്ച് നോക്കുമ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8.77, 9.66, 10.53, 11.67. അപ്പോൾ നമുക്ക് ബിയും സിയും കൂടെ സ്കോർ ചെയ്ത മാർക്ക്, അതായത് 120-യും 128 ആണ്, = 248 എന്ന് കിട്ടും. ഇനി എയും ഡിയും ഇയും കൂടെ എയുടെ മാർക്ക് 80 ആണ്, ഡിയുടെ മാർക്ക് 84 ആണ്, ഇയുടെ മാർക്ക് 64 ആണ്. ഓൾ ടുഗദർ 228 എന്ന് കിട്ടും. സോ പെർസെൻറ്റേജ് കാണാനായിട്ട് 248 - 228 ഡിവൈഡ് ബൈ 228 × 100 = 20 ഡിവൈഡ് ബൈ 228 × 100 = 8.77 എന്ന് കിട്ടും. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കോർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ് ആൻഡ് competencies of self-regulation that are listed under collaborative for academic, social and emotional learning. അതായത് collaborative for academic, social and emotional learning CACL ഇതിൻ്റെ അകത്ത് കോറായിട്ട് വരുന്ന
സോഷ്യൽ ഇമോഷണൽ സ്കിൽസും കോമ്പറ്റൻസീസ്, അതായത് സെൽഫ് റെഗുലേഷൻ്റെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസും കോമ്പറ്റൻസീസും ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെൽഫ് മാനേജ്മെൻറ്റ്, സെൽഫ് അവെയർനെസ്, റിലേഷൻഷിപ്പ് സ്കില്ല്, സോഷ്യൽ അവെയർനെസ്, റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ഈ സെൽഫ് മാനേജ്മെൻറ്റും സെൽഫ് അവെയർനെസ്സും റിലേഷൻഷിപ്പ് സ്കില്ലും സോഷ്യൽ അവെയർനെസ്സും റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കിംഗ് എന്നിവയെല്ലാം ഈ CSELൻ്റെ കോറായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഹൈ ക്വാളിറ്റിയിലുള്ളതും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് ഇമോഷണൽ ലേണിങ്ങിൻ്റെ ഒരു ട്രസ്റ്റഡ് സോഴ്സ് ഓഫ് നോളജാണ് ഈ CASEL എന്ന് പറയുന്നത്. ഇത് എഡ്യൂക്കേറ്റേഴ്സിനെ, പോളിസി ലീഡേഴ്സിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ pre-KG തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഔട്ട്കംസ് എൻഹാൻസ് ചെയ്യാനൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ CSEL എന്ന് പറയുന്നത് ഒരു ലീഡിങ് ഓർഗനൈസേഷനാണ്. അതായത് അക്കാഡമിക് ആയിട്ടുള്ള സോഷ്യലായിട്ടുള്ളതും അതുപോലെ ഇമോഷണൽ കോമ്പറ്റൻസീസൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് പ്രീ സ്കൂൾ തൊട്ട് +2 വരെയുള്ള കുട്ടികളുടെ ആ ഒരു എഡ്യൂക്കേഷനിലെ ഇൻ്റഗ്രൽ പാർട്ടായിട്ടാണ് നിലകൊള്ളുന്നത്. റിസർച്ചിലൂടെ, പ്രാക്ടീസസിലൂടെ, പോളിസിയിലൂടെയൊക്കെ ഇത് നോളജബിൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, കെയറിങ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടിംഗ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റീനെ വാർത്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. Next question. An overestimated prediction about the probability of an event based on frequency of the event's post experience is known as. അതായത് നമ്മളൊരു കാര്യം പ്രൊഡിക്റ്റ് ചെയ്യുക, അതായത് ഇതുപോലുള്ള മറ്റ് സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ചത്, അതുകൊണ്ട് ഇവിടെയും ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് നമ്മളിങ്ങനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് പ്രൊഡിക്റ്റ് ചെയ്യുകയാണ്. അതായത് നമ്മളെല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്യാറുണ്ടല്ലോ, നമ്മളെല്ലാവരും പ്രൊഡിക്ഷൻ നടത്തുന്നത് ഇതിനു മുമ്പ് നടന്ന സാഹചര്യങ്ങളിൽ എന്താണോ സംഭവിച്ചത്. അതായത് ഇപ്പോൾ ഭയങ്കരമായിട്ട് കാർമേഘം വന്നുകൂടുക, മഴ പെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രൊഡിക്ഷൻ നടത്തൂല. അപ്പം ആ പ്രൊഡിക്ഷൻ നമ്മൾ നടത്തുന്നത് അതിന് മുമ്പത്തെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള, അതായത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ബേസിലാണ്. അപ്പോൾ അതിന് എന്ത് പേര് വിളിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈൻസൈറ്റ് ബേസ്, അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്, റെപ്രസെൻറ്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്, ഡൈവേർജൻറ്റ് തിങ്കിങ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് ആണ്. അതായത് ഒരു പഴയ ഇൻസിഡൻസിലൊക്കെ ഇങ്ങനെയൊരു കാര്യങ്ങൾ നടന്നതിനാൽ, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നതിനാൽ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയായിരിക്കും നടക്കുക എന്ന് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്നാണ് പറയുന്നത്. ഹൈൻസൈറ്റ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഭവം, ഒരു ഇവൻ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുക അതിങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയുമല്ലോ. അതായത് നമ്മൾ ചില ഗെയിമൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ച് കയറിയിട്ട് അവസാനം നമ്മൾ പറയില്ല എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ ടീമേ ജയിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം അതാണ് ഈ ഹൈൻസൈറ്റ് ബയസ് എന്ന് പറയുന്നത്. ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന മെൻ്റൽ പ്രോട്ടോടൈപ്പിനെ അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പിനെ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യുകയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില ഡ്രസ് കോഡുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതൊരു ഇന്ന ആളാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവളെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. റെപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റീരിയോടൈപ്പിനെ വെച്ചിട്ട് നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റിൽ എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടു കഴിഞ്ഞാൽ പറയും അവരെന്തോ വലിയ നല്ല ഭയങ്കര ഹൈ സെറ്റപ്പിലുള്ള വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് നമ്മൾ പറയുക. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റീരിയോടൈപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഹ്യൂറിസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Next question, the Swayamprabha channel 5 with the theme of information communication management studies is named as. സ്വയംപ്രഭ ചാനലിലെ ചാനൽ 5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് തീമായിട്ട് വരുന്ന ചാനൽ 5ൻ്റെ പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്കൃതി, സരസ്വത, പ്രഭാനന്ദൻ, പ്രബോധ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, പ്രഭാനന്ദനാണ്. അതായത് സംസ്കൃതി എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാനലാണ്. അതിൻ്റെ അകത്ത് ഹ്യൂമാനിറ്റീസ്, ഹിസ്റ്ററി, കൾച്ചർ, ഫിലോസഫി എന്നിവയാണ് വരുന്നത്. പിന്നെ പ്രബോധം എന്ന് പറയുന്നത് മൂന്നാമത്തെ ചാനലാണ്. സോഷ്യൽ സയൻസ് 1, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് ആണ് വരുന്നത്. നാലാമത് വരുന്നതാണ് സരസ്വത് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഹോം സയൻസ് എന്നിവയാണ്. ചാനൽ 5 ആണ് പ്രഭാനന്ദൻ. അതിൻ്റെ അകത്ത് വരുന്ന മാനേജ്മെൻറ്റ്, ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ് എന്നിവയാണ്. ഈ സ്വയംപ്രഭ ചാനലുകളിലെ ആദ്യത്തെ 10 ചാനലുകളുടെ പേരും അതിൻ്റെ അകത്ത് വരുന്ന തീമും നമ്മൾ പഠിച്ചിട്ട് പോകണം. അത് പരീക്ഷയ്ക്ക് എല്ലാ തവണയും നിർബന്ധമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. പാസീവ് ലേണിംഗ്, എക്സ്റ്റൻഷൻ ഓഫ് ലേണിംഗ്, ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് ലേണിംഗ്, ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, സെൽഫ് മോണിറ്ററിങ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ബിയും സിയും ഇയും ആണ്. അതായത് എക്സ്റ്റൻഷൻ ഓഫ് ലേണിംഗ്, ടീച്ചർ ടേക്ക് ഓണർഷിപ്പ് ഓഫ് ലേണിംഗ്, സെൽഫ് മോണിറ്ററിങ് എന്നുള്ളതാണ്. അതായത് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ലേണിങ്ങിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. വേറെ എല്ലാവരും അതിൻ്റെ സെക്കൻഡറി ആയിട്ടായിരുന്നു. അതായത് നമ്മളാണ് തീരുമാനിക്കണം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്നിങ്ങനെയുള്ള കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ലേണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേണർ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്റ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത്, പാസീവ് ലേണിംഗ് അല്ല. അതുപോലെ തന്നെ അതൊരു എക്സ്റ്റൻഷൻ ഓഫ് ലേണിംഗ് ആണ്. അത് നമ്മുടെ ലേണിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് അത് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലേണിങ്ങിൻ്റെ ആ ഫുൾ ഓണർഷിപ്പ് നമ്മുടെ കയ്യിലാണ്. അതായത് നമ്മുടെ ലേണിങ്ങിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അതൊരിക്കലും ഒരു ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് ആയിരിക്കില്ല, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. നമ്മളാണ് അതിൻ്റെ അകത്തെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൽഫ് മോണിറ്ററിങ്, നമ്മൾ തന്നെയാണ് അവിടെ നമ്മുടെ ലേണിങ്ങിനെ മോണിറ്റർ ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് എ ലൈവ് ഓൺലൈൻ മാത്ത് ട്യൂട്ടോറിയൽ എ ടീച്ചർ വാണ്ട്സ് ടു ഡെമോൺസ്ട്രേറ്റ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് ആൻഡ് ഇക്വേഷൻസ് വിഷ്വലി, വിച്ച് സോഫ്റ്റ്വെയർ ടൂൾ വുഡ് ബെസ്റ്റ് സപ്പോർട്ട് ദിസ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്. അതായത് ഒരു ലൈവായിട്ടൊരു മാത്സ് ട്യൂട്ടോറിയൽ നടക്കുകയാണ്. അപ്പോൾ അവിടെ ടീച്ചറിന് പ്രോബ്ലം സോൾവിങ്ങും അതുപോലെ തന്നെ ഇക്വേഷൻസും ഒക്കെ കാണിക്കണം. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡോബ് ഇല്ലസ്ട്രേറ്റർ, കമാഷിയ, ജാംബോർഡ്, കഹൂട്ട്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ജാംബോർഡാണ്. ജാംബോർഡ് എന്ന് പറയുന്നത് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് ടൂളാണ്. ഇവിടെ ടീച്ചേഴ്സിന് ഡിജിറ്റൽ ലെസൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അനോട്ടേഡ് ഡോക്യുമെൻറ്റ്സ് പറ്റും, അതുപോലെ തന്നെ റിയൽ ടൈമിൽ സ്റ്റുഡൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇവിടെ ബ്രെയിൻ സ്റ്റോമിങ്ങിനും കൊളാബറേഷൻ, വിഷ്വൽ ടീച്ചിങ്ങിനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ജാംബോർഡ് എന്ന് പറയുന്നത്. ജാംബോർഡ് ഗൂഗിൾ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് 2024 ഡിസംബറിൽ. കമാസിയ എന്ന് പറയുന്നത് സ്ക്രീൻ റെക്കോർഡിങ്ങിനും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിനും ഇൻസ്ട്രക്ഷണൽ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കഹൂട്ട് എന്ന് പറയുന്നത് ഒരു ഗെയിം ബേസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അവിടെ ഇൻട്രാക്റ്റീവ് ക്യൂസസും അസസ്മെൻറ്റ്സും ഒക്കെ നടത്താനായിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അഡോബ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോഗോസും ഐക്കൺസും സ്കെച്ചസും ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രാഫിക് ഡിസൈൻ ടൂളാണ്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്